ഫ്രണ്ടിലെ ഡോറൊക്കെ അടച്ചോടാ. അടിച്ചല്ലോ. അമ്മ നീ 3-4 ദിവസം കഴിഞ്ഞല്ലേ വരും. അതെടാ, അതാ ഞാൻ നിന്നോട് ചോദിച്ചത്, ഫ്രണ്ടിലെ ഡോറെല്ലാം അടച്ചിട്ടുണ്ടോന്ന്. ഓ ഓക്കെ. ഏട്ടാ ഈ വീടിന് എന്താ ഇത്ര റെന്റ് കുറവ്? അത് സിറ്റിയുടെ ഒത്ത അടുക്ക് 5-6 മുടിയുള്ള വീടൊക്കെ ഇത്ര റെന്റ് കുറവ് കിട്ടുന്ന ലാഭം. ഞാൻ നേരത്തെ കണ്ട പട്ടിക്കൂട് പോലത്തെ ഒരു വീടിന് വരെ അവർ 7-8 ചോദിക്കുന്നത്. നിന്നോടൊപ്പം ബ്രോക്കർ ഒന്നും പറഞ്ഞില്ലായിരുന്നു? ഇല്ല, പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. പുള്ളി കാശ് വാങ്ങിച്ച് പുള്ളിയാ പോയി. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്നാ നീ കേട്ടോ, ഈ വീട്ടിലൊരു 6 മരണം നടന്നിട്ടുണ്ട്. അതേന്നേ, നമുക്ക് മുന്നോട്ട് താമസിച്ചത് നമ്മുടെ ദീപിക മേനോൻ്റെ ഷോപ്പിലെ പണിക്കാരാണ്. ഏതാണ്ട് 10-15 പണിക്കാരുണ്ടായിരുന്നു. ഒരു 2 കൊല്ലം മുന്നേ ഇവർ കുറച്ച് പേര് നാട്ടിൽ പോയ ദിവസം ഒരു 5-6 പേര് ഇവിടെ ഉണ്ടായിരുന്നു. രാവിലെ വന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ച, എല്ലാ മുറികളിലായിട്ട് ഇവർ മരിച്ചു കിടക്കുന്നതാണ്. 1-2 പേരുടെ തല അറുത്തിട്ടും ഉണ്ടായിരുന്നു, ബാക്കിയുള്ളവരുടെ അല്ലാതെ. ഇതൊക്കെ ചെയ്യുന്നു. അതാണ് ഇന്നും അറിയാത്തത്. ചിലർ പറയുന്നു ദീപിക മേനോൻ തന്നെ ഇവരെ കൊന്നായിരിക്കും. പക്ഷെ വാതിലൊന്നും തള്ളി തുറന്നിട്ടുമില്ല. ചിലർ പറയുന്നു ഇവരാരും മാനസികമായിട്ട് ഓക്കെ അല്ലാത്ത ആളുകളായിരുന്നു. പക്ഷെ കേട്ടതിൽ കൂടുതൽ ആളുകളും വിശ്വസിക്കുന്ന കഥ ഇത് സാത്താൻ സേവകർ എന്ന് പറഞ്ഞ കൾട്ടിന്റെ ബലിയാണെന്നാണ്. സംഗതി പഴയ കേട്ടുകളിലെ കെട്ടുകഥയൊക്കെയാണ്. 17-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂറിലെ ജന്മിമാര് തൊഴിലാളികളെ അടിമകളാക്കി വെച്ചിട്ട് ചൂഷണം ചെയ്ത് അവസാനം തിരിച്ചടിക്കുന്നതായപ്പോഴേക്കും ഈ ജന്മിമാരെല്ലാം ചേർന്ന് ഒരു ആരാധനാലയം ഉണ്ടാക്കി. അവിടുത്തെ വിശ്വാസം അവർ പറഞ്ഞു വരുത്തിയത് ദൈവം കഷ്ടപ്പെടുന്നവൻ്റെ കൂടെയാണ്, കഷ്ടപ്പെടുന്നവൻ സ്വർഗം കിട്ടുമെന്നൊക്കെയാണ്. പക്ഷെ ഈ പാവം തൊഴിലാളികൾ അതും വിശ്വസിച്ചിട്ട് പിന്നെയും കുറേ ചൂഷണത്തിനിരയായി. അങ്ങനെ അതും ഒത്തിരി ആയി കഴിഞ്ഞപ്പോൾ ഇവരിൽ കുറച്ചുപേർ ജന്മിമാർക്കെതിരെ വിപ്ലവം നടത്താൻ തുടങ്ങി. പക്ഷെ കുറച്ച് വിശ്വാസികൾ അവരുടെ വിശ്വാസങ്ങളൊക്കെ ഈ കള്ളന്മാരുടെ ആയുധമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ മനം നൊന്ത് ഒരു ദിവസം സാത്താനെ കണ്ടെന്നോ, അങ്ങനെ ഇവരൊക്കെ സാത്താനെ സേവിച്ചു തുടങ്ങിയെന്നോ എന്നൊക്കെയാണ് കഥകളൊക്കെ പോകുന്നത്. ഈ സാത്താനെ പ്രീതിപ്പെടുത്താനും ചൂഷണങ്ങൾ തങ്ങളെ ഒട്ടിക്കാനൊക്കെ ആയിട്ട് മനുഷ്യന്മാരെ ഓരോ 2 കൊല്ലം കൂടുമ്പോൾ ഒരു പ്രത്യേക ദിനത്തിൽ ബലി കൊടുക്കുമെന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. പിന്നീട് കാലം ഒരുപാട് മുന്നോട്ട് പോയി ഇന്ത്യക്ക് സ്വാതന്ത്ര്യമൊക്കെ കിട്ടി കുറച്ച് കഴിഞ്ഞപ്പോഴൊക്കെ ഇത് പ്രത്യക്ഷത്തിൽ കുരുതിയൊക്കെ അവസാനിച്ചു. പക്ഷെ ഇതിപ്പോഴും തുടരുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇത് നാട്ടുകാരൊക്കെ പറയാറ് നമ്മുടെ വീട് നിൽക്കുന്ന ഈ സ്ഥലം ഇവർ പണ്ട് ആരാധിച്ചിരുന്ന പള്ളിയാണെന്നൊക്കെയാണ്. ചേട്ടൻ ഈ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ പേടിയായി. ചേട്ടാ 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 ചേട്ടാ
മക്കളെ വീടെല്ലാം ഇഷ്ടമായോ? വീട് കണ്ട് ഭയപ്പെടേണ്ട, വാടകയെല്ലാം വളരെ കുറവാണ്. ആങ്ങളെ ഞങ്ങൾ എടുത്തോളാം.